പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ വിതരണം, പ്രത്യേകിച്ച് നീല വെള്ള കാർഡുടമകൾക്ക് എന്തിനാണ് ഈ ഒരു രീതിയിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്? ഇതിലും ഭേദം ഈ ഒരു ആനുകൂല്യം നീല റേഷൻ കാർഡുടമകൾക്കും വെള്ള റേഷൻ കാർഡുടമകൾക്കും അങ്ങ് നിർത്തിയേക്കുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുടമകളാണ്. ഇതിൽ വലിയൊരു വിഭാഗം ആളുകൾ, ഇതിന് അർഹതയുള്ള ആളുകൾ പോലും വരാം. പക്ഷേ ഈ ഒരു പുതിയ കാർഡിനെ അപേക്ഷിച്ച് ആദ്യമായിട്ട് കാർഡ് കിട്ടുന്ന വെള്ള കാർഡ് ഉടമകളെയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന നീല വിഭാഗം കാർഡ് ഉടമകളെയും ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു നടപടികൾ ഉണ്ടാകരുത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. അത്രയ്ക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കറിയാം, ജനുവരി മാസത്തിൽ റേഷൻ വിഹിതത്തിൻ്റെ പട്ടിക സംസ്ഥാന ഭക്ഷ്യവകുപ്പ് പുറത്തുവിട്ടു. ഇതിൽ സാധാരണ രീതിയിൽ AAY കാർഡിന് 30 കിലോ അരി, 2 കിലോ ഗോതമ്പ് സൗജന്യം, അതുപോലെ തന്നെ 3 പാക്കറ്റ് ആട്ട, 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്ക് ഇവയെല്ലാം കിട്ടുന്നു. മാത്രമല്ല പിങ്ക് കാർഡിനും കിട്ടുന്നുണ്ട്. ആ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് സൗജന്യമായിട്ട്, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന ഒരു വിഭാഗമെന്ന് പറയുന്നത് നീല റേഷൻ കാർഡ് ഉടമകളും വെള്ള റേഷൻ കാർഡ് ഉടമകളുമാണ്. മുൻപ് ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അധിക വിഹിതമൊക്കെ ലഭിച്ചിരുന്നു. ഒരു 5 കിലോ അല്ലെങ്കിൽ 3 കിലോ അരി അധികമായിട്ട് സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് വെള്ളക്കാർഡിലെ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ ലഭിക്കുന്ന ഒരു 4-5 കിലോ അരിയായിരുന്നു. ഇതിപ്പോൾ അത് വീണ്ടും താഴെ വന്ന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കി ലഭിക്കുന്നുണ്ട്. കാരണം ഒരു കാർഡിന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് പുതുതായിട്ട് കിട്ടുന്ന വെള്ളക്കാർഡാണ്. ഈ കാർഡിലെ വെള്ളക്കാർഡ് ഒക്കെയുള്ള മുൻഗണനാ ലിസ്റ്റിലേക്ക് അർഹതയുള്ള ആളുകൾ ഈ 2 കിലോ അരി കൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തരേണ്ട കാര്യമാണ്. ഇവർക്ക് വല്ല മണ്ണ് വാരിത്തൊന്നും ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലേ? ഇപ്പോൾ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കേരളം ദാരിദ്ര്യമുക്തമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും അരി മതി എന്നുള്ള രീതിയിലേക്ക് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ഏത് രീതിയിലാണ് എന്നുള്ളത് ഇതുവരെയായിട്ട് മനസ്സിലാകത്തില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ, കൂടാതെ തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 1-2 കിലോ ആട്ട കിട്ടും. അത് 17 രൂപയ്ക്കാണ് കിട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് പെടുന്ന ഒരു വിഭാഗമാണ് നീല റേഷൻ കാർഡ്. നീല റേഷൻ കാർഡിന് ഈ കാർഡിലുള്ള ഓരോ അംഗത്തിനും എത്ര ആളുകളുണ്ടോ റേഷൻ കാർഡിൽ അവർക്ക് എല്ലാവർക്കും 2 കിലോ അരി വീതം സാധാരണ ലഭിക്കുന്നത് തന്നെ ലഭിക്കും. അല്ലാതെ ഒന്നും വർധനമില്ല. പക്ഷേ ഇപ്പോൾ താലൂക്കിൽ സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ആട്ട കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്, 2 മുതൽ 2 കിലോ വരെയൊക്കെ. അപ്പോൾ എന്ത് തന്നെ ഒരു അവസ്ഥയാണ് ഈ നീല റേഷൻ കാർഡിന് വെള്ള റേഷൻ കാർഡിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. NBI സ്ഥാപനങ്ങളുണ്ട്, ഈ പൊതുവിഭാഗം സ്ഥാപനങ്ങൾ, അവർക്ക് ലഭിക്കുന്നതാണ് 2 കിലോ അരി. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ നീല റേഷൻ കാർഡുകാർക്കും വെള്ള റേഷൻ കാർഡുകാർക്കും ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ നിർത്തുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്ത് തന്നെയായാലും സർക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മാന്യമായ രീതിയിലുള്ള റേഷൻ വിതരണം ഇവർക്ക് ഉറപ്പാക്കണമെന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. നമ്മുടെ അഭിപ്രായം, സമൂഹത്തിലുള്ള പല വിഭാഗക്കാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്.